Welcome to Red Hawks News. I'm Aditya. Today's updates. 2025 നവംബർ 27 ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 4 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ടയിൽ ദാരുണ സംഭവം. പത്തനംതിട്ടയിൽ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് 2 വിദ്യാർത്ഥികൾ മരിച്ചു. പാമ്പിനെ കണ്ട വാഹനം വെട്ടിച്ചതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞു. കുട്ടിക്കാനത്തിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 20 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. മുനമ്പം ഭൂമി പ്രശ്നം. മുനമ്പത്തെ ജനങ്ങളുടെ നിയമപരമായ എല്ലാ അവകാശങ്ങളും സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി പി രാജീവ് ഉറപ്പു നൽകി. തൃശൂരിൽ ഗർഭിണിയുടെ മരണം. തൃശൂരിൽ ഗർഭിണിയായ യുവതിയെ പൊള്ളലേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ സ്ത്രീധന പീഡനാരോപണവുമായി കുടുംബം രംഗത്തെത്തി. സ്വർണവില. സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. ദേശീയം. നാഷണൽ ന്യൂസ്. ഡൽഹിയിൽ വൻ സ്ഫോടകശേഖരം പിടികൂടി. ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ സ്ഫോടന കേസിലെ അന്വേഷണത്തിൽ NIA നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തി. അനധികൃത മൊബൈൽ ഫാക്ടറി. ഡൽഹി കരോൾബാഗിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത മൊബൈൽ നിർമ്മാണ ഫാക്ടറി പോലീസ് പൂട്ടിച്ചു. 5 പേർ അറസ്റ്റിലായി. വിമാനം റദ്ദാക്കി. ഗുവാഹത്തിയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് റദ്ദാക്കി. പാകിസ്ഥാനെതിരെ ഇന്ത്യ. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. വർഗീയതയുടെ ചരിത്രമുള്ള പാകിസ്ഥാന് ഇന്ത്യയെ ഉപദേശിക്കാൻ അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കായികം. സ്പോർട്സ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. ഒഡീഷയെ 10 വിക്കറ്റിന് തകർത്ത് കേരളം മിന്നും ജയം സ്വന്തമാക്കി. സഞ്ജു സാംസണും രോഹനും ചേർന്ന് കേരളത്തെ വിജയത്തിലെത്തിച്ചു. വനിതാ കബഡി. ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ വനിതാ കബഡി ടീമിന് ഡൽഹിയിൽ വൻ സ്വീകരണം നൽകി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ്. പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മേൽക്കൈ. ഇന്ത്യയ്ക്ക് പരമ്പര നഷ്ടമായി. Thanks and see you tomorrow, Red Hawk News.